അപ്പോൾ അഹാന കൃഷ്ണ പിന്നെയും ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ട്. തൻവിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, അതേപോലെ അമ്മൂമ്മയുടെ കുറച്ച് കാര്യങ്ങൾ എന്താണോ പറഞ്ഞത് അതൊക്കെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞ് പലവട്ടം പറഞ്ഞ് തൻവിയിട്ട വീഡിയോയും ഡിലീറ്റ് ചെയ്യിപ്പിച്ച് ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ ആരും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും സെയിം കാര്യം തന്നെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തമായിട്ട് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണല്ലോ ഒരു കറക്റ്റ് സമയം. കാരണം അവരുടെ അടുത്തോട്ടുള്ള ഫോക്കസ് ഒക്കെ മാറിയിട്ട് ഇപ്പം എല്ലാവരും നീറ്റിൻ്റെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഫോക്കസിലോട്ട് വഴിമാറിയിരിക്കുക. അപ്പോൾ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപകാരപ്രദമായിരിക്കും. അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വീട്ടിൽ മിണ്ടാതിരിക്കുന്നത്. യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടല്ലേ പറ്റത്തുള്ളൂ, അതാണല്ലോ വരുമാനം. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ 7 പോസ്റ്റായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ആദ്യത്തെ പോസ്റ്റിനകത്ത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തനിക്ക് നേരെ നടന്ന, തൻ്റെ കുടുംബത്തിന് നേരെ നടന്ന മാനസികവും ആഘാതമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കുടുംബകാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും വീട്ടിനുള്ളിൽ തന്നെ നിൽക്കേണ്ട ചില കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് കാരണമായെന്ന് പറയുന്നു. അതായത് പുള്ളിക്കാരത്തി വിചാരിച്ചില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരുമെന്ന്. പക്ഷേ ഇതിട്ടതാരാണ്? അഹാന തന്നെയല്ലേ ഇതിൻ്റെ മുൻകൈ. അന്നേ അച്ഛൻ പറഞ്ഞതാണ് വേണ്ട മോളെ അത് കേൾക്കാതെ അമ്മയെ വെളുപ്പിക്കാൻ വേണ്ടി ഇട്ടത് അഹാനയാണ്. എല്ലാം എടുത്തിട്ടത് അഹാനയാണ്. തൻവി ആകപ്പാടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള റീസൺ മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി ഫുൾ പറഞ്ഞത് അഹാനയാണ്. അപ്പം നമുക്ക് ബാക്കി വായിക്കാം. അപ്പം തൻ്റെ അമ്മയെ അന്യായമായി വിമർശിക്കുന്നത് തോന്നിയപ്പം അതിൻ്റെ സത്യം വെളിപ്പെടുത്താനാണ് താൻ പ്രതികരിച്ചതെന്നും അന്നത് ശരിയായ തീരുമാനമാണെന്ന് തോന്നിയെന്നും പിന്നീട് അതിന് മറുപടിയായിട്ട് വ്യാജ ആരോപണങ്ങളും കള്ളങ്ങളും വ്യക്തിപരമായ സംഭാഷണങ്ങളും കുറേ കഥകളും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലെന്നായിരുന്നു അവർ കൂട്ടിച്ചേർത്തത്. ചിലർ സ്വന്തം വാക്കുകളെയും പ്രവർത്തികളെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ പുതിയ കഥകൾ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതാണെന്നും അത് വിശ്വസിക്കാൻ ആളുകൾ തയ്യാറായിരിക്കുന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നതെന്നും അവർ പറയുന്നു. അപ്പോൾ ഇവരെന്ത് ഉദ്ദേശിക്കുന്നത്? ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വിശ്വസിക്കേണ്ടെന്നോ? തൻവിയുടെ കാര്യം പറഞ്ഞു, അഹാനയുടെ കാര്യം പറഞ്ഞു. അതിൽ ഏത് വിശ്വസിക്കണം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് ചെയ്ത് നോക്കാനൊന്നും പറ്റത്തില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താണെന്ന് കാണാനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ ശരിക്കുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ താമസിക്കണം അല്ലേ? അപ്പം അമ്മയെ വെളുപ്പിക്കാൻ വേണ്ടി മോള് നടത്തിയ ശ്രമം അത് ഒരു പാണ്ടായിപ്പോയി. എന്തോ ചെയ്യാനാ? അത് മിണ്ടാതിരുന്നാൽ പോരെ. അല്ലെങ്കിൽ തന്മി അങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇതേപോലൊരു ഇതിട്ടാൽ മതിയായിരുന്നു. ഞങ്ങൾ അമ്മൂമ്മയായിട്ട് അത്ര നല്ല ടേംസിലല്ല. അമ്മൂമ്മ എന്നെ ഭയങ്കരമായിട്ട് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ അമ്മൂമ്മയായിട്ട് അത്ര ടേംസിലല്ല എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യം ഒരു നീണ്ട വീഡിയോ ചെയ്ത് വളരെ എല്ലാ പ്രശ്നങ്ങളും എല്ലാവരെയും വലിച്ചഴിച്ച് തന്വിയെയും തന്വിയുടെ പാസ്റ്റിനെയും എല്ലാവരെയും വലിച്ചഴിച്ചിട്ടത് അഹാനയാണ്. എന്നിട്ട് അഹാന ഇനിയിപ്പോൾ നല്ലവള്ള സമയം നോക്കാം. എന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും കൈവിട്ട് പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ മൗനം പാലിക്കുമായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. അവസാനമായിട്ട് തൻ്റെ മുത്തശ്ശിയെ നേരിട്ട് അറിയാവുന്നവർക്ക് ഇതൊന്നും അതിശയകരമായിട്ട് തോന്നത്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം മുത്തശ്ശിയെ പരിചയമുള്ളവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ട് എന്ന് തോന്നലുകൊണ്ടാണ് ഇപ്പോൾ ഇത് എഴുതുന്നതെന്ന്. അതായത് ഇത്രയും പ്രശ്നങ്ങൾ പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലും മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിലും ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. പിന്നെ അഹാന എന്താ വിചാരിച്ചത്? അഹാന അങ്ങോട്ട് വന്ന് പോസ്റ്റ് ഇടുമ്പം തൻവി അവിടെ മിണ്ടാതിരിക്കുന്നു, അഹാന പറയുന്നത് മാത്രം വിശ്വസിച്ചിട്ട് ആൾക്കാർ അഹാനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെയാണോ അഹാന വിചാരിച്ചത്? ഇപ്പം അങ്ങനെയൊന്നും അല്ല. അതൊക്കെ പണ്ട്. ഇപ്പം അങ്ങനെയല്ല. ആൾക്കാർ നോക്കിയും കണ്ടൊക്കെ ചെയ്യത്തുള്ളൂ. എല്ലാ 2 വശവും ആൾക്കാർ നോക്കും. അപ്പോൾ തൻവിക്ക് പറയാനുള്ളത് തൻവിയും പറഞ്ഞു, അഹാനയ്ക്ക് പറയാനുള്ളത് അഹാനയും പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അഹാനയ്ക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അഹാന നേരത്തെ ആ വീഡിയോ ചെയ്യരുതായിരുന്നു. അത് ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ട്? അടുത്ത പോസ്റ്റ് പറയുന്നത് 2025 ഒക്ടോബർ മുതൽ തൻ്റെ മുത്തശ്ശിയുമായിട്ടുള്ള ബന്ധം നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് വഷളായിരുന്നു എന്നും അതിന് കാരണമായ ചില സംഭവങ്ങൾക്ക് മുത്തശ്ശി തന്നെയാണ് ഉത്തരവാദി എന്നും പറയുന്നുണ്ട്. അതായത് മുത്തശ്ശി തന്നെയാണെന്ന് ചിലപ്പോൾ ആയിരിക്കാം, മുത്തശ്ശിയുടെ വാക്കുകളായിരിക്കാം ചിലപ്പോൾ. മുത്തശ്ശിയോട് ചില അവസരങ്ങളിൽ താൻ കടുത്ത രീതിയിൽ സംസാരിച്ചത് ആദ്യം മുത്തശ്ശി തന്നെ മനുഷ്യനെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള അശ്ലീലവും ലൈംഗികവുമായ വാക്കുകൾ ഉപയോഗിച്ചു. അതായത് അപ്പൂപ്പൻ്റെ കൂടെ കിടക്കുന്നെന്ന് പറഞ്ഞതൊക്കെ ആയിരിക്കും. അത് കറക്റ്റാണ്. അങ്ങനെ മുത്തശ്ശി പറയാൻ പാടില്ലായിരുന്നു. ആ വാക്കുകൾ വീണ്ടും ആവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവ ജീവിതകാലം മുഴുവൻ തൻ്റെ മായാത്ത മുറിവുകളായിട്ട് തന്നെ മനസ്സിൽ കാണുമെന്നാണ് പറയുന്നത്. ഈ ബഹുമാനം എന്നുള്ളത് പരസ്പരമുള്ളതായിരിക്കണം. പ്രായമോ ബന്ധമോ മറ്റൊരാളെ അപമാനിക്കുന്നതിന് ഒരു അവകാശമായിട്ട് കാണരുത്. പിന്നെ ഈ പ്രശ്നം പണത്തിൻ്റെയോ സ്വത്തിൻ്റെയോ പേരിലുള്ള തർക്കമാണെന്ന രീതിയിൽ ചിലർ പറയുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഇത് അഹാനയ്ക്ക് ഈ ഒരു പ്രശ്നം വന്നത് മുത്തശ്ശൻ്റെ സ്വത്ത് കൊടുക്കാത്തതുകൊണ്ടാണെന്നുള്ള രീതി പറയുന്നുണ്ട്. പക്ഷേ അഹാന പറയുകയാണെന്ന് അത് ശരിയൊന്നുമല്ല. താനും സഹോദരിമാർ സ്വന്തം കഠിനാധ്വാനത്തിലൂടെയാണ് ജീവിതം കെട്ടിപ്പടുത്തിയതെന്നും മുത്തശ്ശിയുടെയോ മുത്തശ്ശൻ്റെയോ സാമ്പത്തിക സുരക്ഷയ്ക്കോ അനന്തരാവകാശത്തിനോ ഒരിക്കലും ആശ്രയിച്ചിട്ടില്ലെന്നും അഹാന പറയുന്നുണ്ട്. കൂടാതെ മുത്തശ്ശി താൻ അയച്ച ചില സന്ദേശങ്ങൾ മാത്രം പൊതുവിൽ അതായത് പബ്ലിക്കായിട്ട് വായിച്ച് കേൾപ്പിച്ചുവെന്നും എന്നാൽ ആ സന്ദേശങ്ങൾക്ക് കാരണമായ മുഴുവൻ സംഭാഷണങ്ങളും മറച്ചു വെച്ചെന്നും അതായത് അതിന് റീസണായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം മറച്ചു വെച്ചിട്ട് താൻ അയച്ച കുറച്ച് മോശമായിട്ടുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ വോയിസ് മാത്രം മുത്തശ്ശി എടുത്ത് വായിച്ചെന്നാണ് അഹാന പറയുന്നത്. ഒരു സംഭാഷണത്തിൽ ഒരു ഭാഗം മാത്രം കാണിച്ച് വിലയിരുത്തുന്നത് ശരിയല്ല അല്ലേ? അത് സത്യമാണ്, ശരിയല്ല. അവസാനമായി കുടുംബത്തിലെ ഒരു സ്വകാര്യ വാട്സപ്പ് ഗ്രൂപ്പിൽ താൻ അയച്ച സന്ദേശങ്ങൾ പുറത്തു വന്നതായിട്ടും പറയുന്നുണ്ട്. ശരിയാണ്, അതെടുത്ത് കാണിച്ചതാരാ? തൻവിയാണ്. ആ സന്ദേശങ്ങൾ താൻ അയച്ചതല്ലെന്ന് നിഷേധിക്കുന്നില്ല. അത് അവൾ അയച്ചു തന്നെയാണെന്നാണ് അവൾ പറയുന്നത്. അതേപോലെ അന്ന് താൻ വളരെ ദേഷ്യത്തിലായിരുന്നതിനാൽ സാധാരണ ഉപയോഗിക്കാത്ത കടുത്ത വാക്കുകൾ ഉപയോഗിച്ചെന്നും സമ്മതിക്കുന്നുണ്ട് അഹാന. എന്നാൽ ആളുകൾ കണ്ടത് തൻ്റെ സന്ദേശങ്ങൾ മാത്രമാണെന്നും അതിനു മുൻപ് നടന്ന മുഴുവൻ സംഭാഷണങ്ങളും പുറത്തു വന്നിട്ടില്ലെന്നും അവർ പറയുന്നു.
എന്തിനാണ് അഹാന ഈ കാര്യങ്ങൾ പിന്നെയും എടുത്ത് പുറത്തിടുന്നത്? ഇതൊക്കെ നിങ്ങളുടെ അമ്മ സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലൂടെ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. സന്ദേശങ്ങളും മുത്തശ്ശി പറഞ്ഞ വാക്കുകളും അതേപോലെ മുത്തശ്ശിയുടെ CCTV കാര്യങ്ങളും അങ്ങനെ വേണ്ട സകല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നെയും ഇത് തന്നെ പറയേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. അഹാനയ്ക്ക് വെളുപ്പിക്കണമെങ്കിൽ വെളുപ്പിച്ചോ. അഹാനയ്ക്കാണ് ലാസ്റ്റ് വെളുത്തിരിക്കുന്നത്. ഇനിയും തൻവി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്, ഇതിനെക്കുറിച്ച് പറയരുത്. അതായിരിക്കും വേണ്ടത്. ഓക്കെ ആയിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറയുന്നില്ല. എന്നിട്ട് ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല എന്നാണ് ഇതിനെ പറയുന്നത്. ഓൾറെഡി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിനകത്ത് വന്നിരിക്കുന്നത് തൻവിക്കുള്ള ഭീഷണിയാണ്. അപ്പം ഇതിന് മുൻപേ തൻവി മുത്തശ്ശിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ അഹാനയുടെ കുടുംബവുമായിട്ട് പങ്കുവച്ചിരുന്നു. അതിൻ്റെ മറുപടിയായിട്ടാണ് തിരിച്ച് അഹാന വോയിസ് അയച്ചത്. എന്നിട്ട് തൻവി ആ വോയിസ് എല്ലാം, അഹാന അയച്ച വോയിസ് മാത്രം പുറത്ത് വിട്ടിട്ട് തൻവി അയച്ച വോയിസ് എല്ലാം തൻവി ഹൈഡ് ചെയ്ത് വെച്ചു. എന്താണ് അഹാന പറയുന്നത്? അപ്പോൾ അഹാനയുടെ മാത്രം വോയിസ് തൻവി പുറത്ത് വിട്ടത് തനിക്കൊരു ഞെട്ടലായിരുന്നുവെന്നും അത് തന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയാണ് തൻവി ശ്രമിച്ചതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അഹാന പറയുന്നത് അഹാനയ്ക്കെതിരെ ഏറ്റവും മോശകരമായിട്ട് ഉയർന്നിട്ട് വന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയെ ശാരീരികമായി ആക്രമിക്കാൻ ചെന്നു. അതന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അഹാന അടിക്കാൻ വന്നു, പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോഴാണ് അഹാന നിർത്തുന്നത്. അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് ആര് പറയുന്ന സത്യം നമുക്കറിയത്തില്ല. ഇത് പൂർണ്ണമായി അസത്യമാണെന്നാണ് അഹാന പറയുന്നത്. മുത്തശ്ശി മരിച്ച് 2 മാസം കഴിഞ്ഞിട്ട് കുടുംബകാര്യങ്ങൾ സംസാരിക്കാൻ മുത്തശ്ശിയെ വിസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണ് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ പറയുന്നത്. അതല്ലാതെ അടിക്കാനൊന്നും ചെന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മുമ്പും മുത്തശ്ശി നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നടന്നതായിട്ട് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വിസിറ്റും ആ സമയത്തുണ്ടായിരുന്ന സകല കാര്യങ്ങളും ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അവർ വീട്ടിലെത്തിയ നിമിഷം മുതൽ മടങ്ങി പോകുന്നത് വരെ നടന്നതെല്ലാം പുള്ളിക്കാരത്തിയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊപ്പം യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇത് വേണമെങ്കിൽ ഭാവിയിൽ അപ്പോൾ ഇനിയും പുറത്തുവിടാൻ ഇവരുടെ കയ്യിലുണ്ടെന്നും ഇവർ പുറത്തുവിടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അന്ന് നടന്ന സംഭവത്തിൽ അഹാന അടിക്കാനൊന്നും ചെന്നിട്ടില്ല എന്നാണ് അഹാന പറയുന്നത്. അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ അത് പുറത്തുവിടുമെന്നുള്ളത് നമുക്കറിയത്തില്ല. അതിനുശേഷം പറയുന്നത് കസിൻ്റെ കാര്യമാണ്, തൻവിയുടെ കാര്യമാണ്. ഇതൊന്നും തൻവി നേരിട്ട് കണ്ട ആളല്ല. പക്ഷേ എന്നിട്ടും തൻവി ഇവരെ സപ്പോർട്ട് ചെയ്യാതെ മുത്തശ്ശിയെ സപ്പോർട്ട് ചെയ്തു. എന്തോ ഒരു 74 വയസ്സുള്ള വിധവയായ സ്ത്രീയെ കുടുംബക്കാരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ള രീതിയിലാക്കി. അപ്പം ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തൻവി ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നുള്ള രീതിയിലാണ് അഹാന പറയുന്നത്. അപ്പം ഇതിനകത്ത് പറയുന്നത്, പിന്നെ അഹാന പറഞ്ഞ് തൻ്റെ കൈവശം ഇതിനുള്ള ചാറ്റുകളും ഓഡിയോകളും എല്ലാം ഉണ്ട്, ഒരു നിമിഷം മതി ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ. പക്ഷേ ഇതൊന്നും പുറത്ത് വിടാൻ ആഗ്രഹിക്കുന്നില്ല. എന്തോ അഹാന, ഇത് ഓൾറെഡി പുറത്ത് പല കാര്യങ്ങളും വിട്ടതല്ലേ. അപ്പോൾ തനിക്കെതിരായ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് വേണമെങ്കിൽ മാനനഷ്ടത്തിന് തൻവിക്കെതിരെ കേസെടുക്കാൻ അഹാനയ്ക്ക് അവകാശമുണ്ടെന്ന് അഹാന പറയുന്നുണ്ട്. ഇവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. തൻവി അഹാനയോ അഹാനയുടെ അമ്മയുടെ പേര് തൻവിയുടെ വീഡിയോക്കകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. തൻവിയുടെ ഫസ്റ്റ് വീഡിയോക്കകത്ത് മേ ബി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇവരുടെ ഫാമിലിക്ക് ഉണ്ടാക്കി കൊടുക്കാമായിരുന്ന രീതിയിൽ തൻവി ഒരു പറഞ്ഞിട്ടുണ്ട്, ആരും നോക്കാനില്ല അതുകൊണ്ട് വരുന്നു എന്നുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അഹാനയ്ക്ക് ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ വീണ്ടും പറയാം, അഹാനയ്ക്കോ അമ്മയ്ക്കോ പോസ്റ്റ് ഇട്ടാൽ മതി. മുത്തശ്ശിയുമായിട്ട് അത്ര ചർച്ചയിലല്ല ഇതേപോലത്തെ മോശമായിട്ട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഇടേണ്ടതിന് പകരം ഒരു നീണ്ട റെക്കോർഡ് വീഡിയോ സഹിതം അഹാന ഇട്ട് തൻവിയെയും തൻവിയുടെ അമ്മയും നല്ലതാക്കി പറഞ്ഞ്, കുഞ്ഞമ്മയും നല്ലതാക്കി പറഞ്ഞ്, മുത്തശ്ശിയും തൻവിയും ഭയങ്കര മോശമാക്കി പറഞ്ഞ് അഹാനയ്ക്കെതിരെയാണ് തൻവി പിന്നെ വീഡിയോ ഇട്ടത്, പിന്നെ ചാറ്റുകൾ പുറത്തു വിട്ടത്. അപ്പോൾ അഹാനയ്ക്കെതിരെയല്ലേ ആദ്യം മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടത്. അഹാന പറയേണ്ട 2 കാര്യങ്ങൾ കൊണ്ടാണ് അഹാനയ്ക്ക് ഇപ്പം കേസ് കൊടുക്കാൻ താല്പര്യമില്ലാത്ത. ഒന്നാമത് കസിൻ്റെ കുട്ടികളെ തന്നേറെ സ്നേഹിക്കുന്നു, മുതിർന്നവരുടെ തീരുമാനങ്ങളുടെ പേരിൽ അവർ ബുദ്ധിമുട്ടരുതെന്നാണ് ആഗ്രഹം. രണ്ടാമത് കുടുംബകാര്യങ്ങൾ കോടതിയിലോ പൊതുസമൂഹത്തിലോ എത്തരുതെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ എന്നിട്ട് ഫുള്ള് വീഡിയോ ഒക്കെ ഇട്ട് പ്രചരിപ്പിച്ചത്? ഇനിയും കള്ളപ്രചരണങ്ങൾ കുടുംബത്തെ അപമാനിക്കുന്ന ശ്രമങ്ങളും തുടർന്നാൽ നിയമോപദേശം തേടി നടപടി സ്വീകരിക്കേണ്ടി വരും. അതായത് ഇനി തൻവി ഒരു അക്ഷരം മിണ്ടരുത്. എനിക്ക് പറയാനുള്ളതൊക്കെ വെളുപ്പിക്കലൊക്കെ ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഇനി തൻവി ഒന്നും മിണ്ടരുത്. ഇനി അഹാന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി അഹാന പറയുന്നത്. എന്തുകൊണ്ടാണ് അഹാന ആ വീഡിയോ ഇട്ടത്? സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച മകൾ എന്നൊരു ടാഗ് ലൈൻ, അതായത് സിന്ധു കൃഷ്ണയ്ക്ക് നേരെ ഉയർന്നപ്പോൾ അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ അത് മാനസികമായി തകർത്തു. അതുകൊണ്ടാണ് അഹാന വീഡിയോ ഇട്ടത്. മുത്തശ്ശൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ പരിപാലിക്കാൻ സിന്ധുകൃഷ്ണ ചെയ്ത ത്യാഗങ്ങൾ നേരിട്ട് കണ്ട ആളെന്ന നിലയിൽ അമ്മയെക്കുറിച്ചുള്ള അസത്യ പ്രചരണങ്ങൾ കണ്ടപ്പോൾ ഒരു മകൾ എന്ന നിലയിൽ പ്രതികരിക്കേണ്ടത് തൻ്റെ കടമയായിരുന്നുവെന്നും പറയുന്നുണ്ട്. അപ്പം അഹാനയ്ക്ക് പ്രതികരിക്കണമെങ്കിൽ അഹാനയ്ക്ക് പ്രതികരിക്കാം, പക്ഷേ അത് വേറൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കരുതായിരുന്നു, അല്ലെങ്കിൽ ഒരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടായിരിക്കരുതായിരുന്നു. അഹാനയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തണമായിരുന്നു. അതിനുശേഷം പിന്നെ കുഞ്ഞമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ചാണ്. തൻവിയുടെ അമ്മയുടെ വിവാഹബന്ധം വേറെ പിരിഞ്ഞ് പോയി വേറൊരു ആൾ വിവാഹം കഴിച്ചു. അപ്പോൾ അത് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ കൂടുതലും ആ സ്ത്രീയെ കുറ്റപ്പെടുത്തും. പ്രത്യേകിച്ച് അമ്മ കുട്ടി ഉപേക്ഷിച്ചു എന്നൊരു ആരോപണം ആൾക്കാരെ അവർക്കെതിരെ തിരിക്കും. പക്ഷേ ഈ ഒരു ആരോപണം തൻവിക്കെതിരെ പറഞ്ഞത് അഹാനയാണ്. അഹാനയുടെ ഫസ്റ്റ് വീഡിയോ ഇപ്പോഴും എല്ലാവരും കയ്യിലുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതുണ്ട്. അഹാനയാണ് പറഞ്ഞത് തൻവിയുടെ സ്വഭാവം മോശമാണെന്നും തൻവി കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ട് തൻവി മാറിപ്പോയതാണെന്നുള്ള രീതിയിൽ അഹാനയാണ് അത് പറഞ്ഞു പരത്തിയത്. അതിനുശേഷമാണ് തൻവി തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അഹാന ആദ്യം മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ തൻവിയും പറയത്തില്ല. ഇപ്പം നല്ല പിള്ള ചമയെ നോക്കല്ലേ അഹാനെ. അതിനുശേഷം മുത്തശ്ശിയുടെ ആണെന്ന് തോന്നുന്നു ട്രോമയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ട്രോമയും പിന്നെ എന്താ മുത്തശ്ശി മരിച്ചു കഴിഞ്ഞപ്പം കുറച്ച് ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പെരുമാറിയെന്നുള്ള രീതിയിൽ തൻവി പറഞ്ഞായിരുന്നല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചികിത്സയൊക്കെ ലഭ്യമാണ്. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ. അതായത് മുത്തശ്ശി എല്ലാം പറഞ്ഞിട്ട് ട്രോമയാണ് ഡിപ്രഷനാണെന്നൊന്നും പറയരുത്. സത്യമാണ്, മുത്തശ്ശി മോശക്കാരിയൊന്നുമല്ല, അഹാനയുടെ മുത്തശ്ശി. അതിനുശേഷം മുത്തശ്ശിയുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപേ വരെ മുത്തശ്ശിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകളായിരുന്നു അഹാന. മുത്തശ്ശി ഏറ്റവും കൂടുതൽ നോക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നത് താനായിരുന്നു. എന്നാൽ പിന്നീട് മുത്തശ്ശിയുടെ ചില പ്രവർത്തികളെ ചോദ്യം ചെയ്തതുകൊണ്ട് എല്ലാ സഹായങ്ങളും ഒറ്റ രാത്രി കൊണ്ട് മറന്നു പോയതുപോലെയാണ് മുത്തശ്ശി. അത് അങ്ങനെയാണല്ലോ, ചില അമ്മമാരും അപ്പന്മാരും അങ്ങനെ നന്ദിയില്ലാത്തവരാണ് നിങ്ങളെപ്പോലെ. മുത്തശ്ശിയുടെ സ്നേഹം താൻ എന്ന വ്യക്തിയോടായിരുന്നു എന്നുള്ള രീതിയിൽ അഹാന ചിന്തിക്കുന്നുണ്ട്. കാരണം അതോ താൻ ചെയ്ത പ്രവർത്തികൾ അല്ലെങ്കിൽ താൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു മുത്തശ്ശിയുടെ സ്നേഹം.
മുത്തശ്ശിയുടെ സ്നേഹം ഒബ്വിയസ്ലി അഹാന ചെയ്തു കൊടുത്ത പ്രവൃത്തി കാരണം അഹാനയുടെ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒക്കെ അപ്പം കൊടുത്ത സഹായങ്ങളോടായിരിക്കും ചിലപ്പോൾ സ്നേഹം കൂടുതൽ. അപ്പം അമ്മൂമ്മയെ അതേപോലെ പെരുമാറി, അത്രേ ഉള്ളൂ. എൻ്റെ മുത്തശ്ശി ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും മറന്നു പോയേക്കാം. ചിലർ ഓർക്കാൻ തോന്നുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഓർക്കത്തുള്ളൂ, അത് സത്യമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു, അതായത് അഹാന അത് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ അഹാനയ്ക്ക് പരാതിയില്ല. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച നല്ല നിമിഷങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അയ്യോ കഷ്ടം, ഞാൻ അവർക്ക് വേണ്ടി ചെയ്തതെല്ലാം സ്നേഹം കൊണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഓർമ്മകൾ എന്നും എനിക്ക് വിലപ്പെട്ടതാണ്. വെരി ഗുഡ്. പിന്നെ ഇനി ഞങ്ങൾക്ക് മുത്തശ്ശിയെ നോക്കാൻ കഴിയത്തില്ലെന്ന് അഹാന വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയത്തില്ല, കാരണം ഞങ്ങൾ അനുഭവിച്ച മാനസിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അകന്നു പോകുക മാത്രമായിരുന്നു മാർഗ്ഗം. മുത്തശ്ശിക്ക് ഇപ്പോൾ 74 വയസ്സുണ്ട്. ഈ വിവാദങ്ങളെല്ലാം ആളുകൾ മറന്ന ശേഷവും അവരെ നോക്കാൻ ഒരാൾ ആവശ്യമായിരിക്കും. എൻ്റെ കസിൻ, അതായത് തൻവി, കാനഡയിലെ ജീവിതം ഉപേക്ഷിച്ച് മുത്തശ്ശിയെ നോക്കാനാണ് തിരിച്ചു വന്നതെന്ന് പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാകട്ടെ, സോഷ്യൽ മീഡിയയിൽ കാണികൾ ഇല്ലാത്ത സമയത്തും പുള്ളിക്കാരത്തി തൻവി ആ വാക്ക് പാലിക്കട്ടെ എന്നും അഹാന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് തൻവി ഇപ്പം പറയുന്നതും കാണിക്കുന്നതും ഒക്കെ വീഡിയോസിനും വ്യൂസിനും വേണ്ടിയിട്ടാണ്, അല്ലാതെ മുത്തശ്ശിയെ നോക്കാൻ വന്നതൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി ഒന്ന് ആക്കി പറയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ട കുറച്ച് ചിത്രങ്ങളും വീഡിയോകളും മാത്രം കണ്ടിട്ട് ആളുകൾ എന്നെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കുറച്ച് സ്ക്രീൻഷോട്ടുകളും ചെറിയ വീഡിയോ ക്ലിപ്പുകളും കൊണ്ട് ഒരു കഥയുടെ മുഴുവൻ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ല. അതും സത്യമാണ്. ഈ അഹാന പറയുന്നത് അമ്മൂമ്മയും തൻവിയെയും കുറിച്ച് തന്നെയാണ്. ചിലർ കള്ളം പറഞ്ഞുകൊണ്ട് ജീവിതം തിരഞ്ഞെടുക്കും. എന്നാൽ ഞാൻ സത്യസന്ധമായി ജീവിക്കാനാണ് തീരുമാനിച്ചത്. സത്യവും നന്മയും ഉള്ളവർക്ക് മനസ്സമാധാനം ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്കൊന്നും മറച്ചു വെക്കാനില്ല, ഒന്നിനെയും ഭയപ്പെടാനില്ല, ആരോടുമൊന്നും തെളിയിക്കാനില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അഹാന തന്നെയാണ് വീണ്ടും 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 ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നത്. കൂടെ സിന്ധുകൃഷ്ണ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എടുത്ത് വീഡിയോസ് വിടുന്നുണ്ട്. എന്തിനാ ഈ കള്ളത്തരങ്ങളൊക്കെ പറയുന്നത്? വർഷങ്ങളായി സത്യസന്ധതയും കഠിനാധ്വാനവും സ്ഥിരമായ ആത്മാർത്ഥതയും കൊണ്ട് നേടിയ ഒരു നല്ല പേര് ഒരു രാത്രി കൊണ്ട് ഇല്ലാതാകില്ല. ഞാൻ ഒരിക്കലും ഒരു പൂർണ്ണയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, 100% കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. കുറവുകളുണ്ട്, അതെല്ലാം അംഗീകരിക്കുന്നു. സത്യസന്ധമായി ജീവിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് വർഷങ്ങളായി ഇത്രയും ആളുകളുടെ സ്നേഹവും വിശ്വാസവും എനിക്ക് ലഭിച്ചു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് സ്നേഹം ഞാൻ മുമ്പത്തേക്കാൾ കൂടുതൽ അനുഭവിച്ചു. കുറേ ആളുകൾ പിന്തുണച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ വിശ്വസിക്കുകയും എന്നെ പിന്തുണ നൽകുകയും എൻ്റെ യഥാർത്ഥ സ്വഭാവം ഓർമ്മിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വശം കേട്ട് വിധിക്കാതെ ക്ഷമയോടെ സമീപിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. അങ്ങനെയും കുറേ ആൾക്കാരുണ്ടാവും. മേ ബി ഈ വിവാദത്തെ ഇതോടെ അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു 10 വട്ടം പറഞ്ഞു. പിന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്നെക്കുറിച്ചും എൻ്റെ അനിയത്തിമാരെക്കുറിച്ചും വേറെ കുറച്ച് വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച്, അതായത് ഇവർ റാഗിംഗ് ഒക്കെ ചെയ്തതിനെക്കുറിച്ച് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിനെക്കുറിച്ച് അഹാന പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ സഹോദരിമാരെക്കുറിച്ചും എന്നെക്കുറിച്ചും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ച സ്കൂൾ ഹോളി ഏഞ്ചൽസ് ISC സ്കൂളും പിന്നെ വേറെ എന്തോ MOP വൈഷ്ണവ് കോളേജിലും ചെന്നൈയിലും പോയി ആളുകളോട് തിരക്കാം. അവർക്കറിയാം എങ്ങനെയാണ് ഞങ്ങളെന്നുള്ളത്. അതിപ്പോൾ നമുക്ക് നേരിട്ട് പോയി തിരക്കാൻ പറ്റത്തില്ല. പിന്നെ സൈബർ ബുള്ളിങ്ങുകൾക്കുള്ള മറുപടിയായിട്ടാണ് പറയുന്നത്, ഓൺലൈൻ അധിക്ഷേപങ്ങളും സൈബർ ബുള്ളിങ്ങും കൊണ്ട് എൻ്റെ ആത്മവിശ്വാസവും തകർക്കാനോ എൻ്റെ മൂല്യം കുറയ്ക്കാനോ എന്നെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റാനോ കഴിയില്ല. അങ്ങനെ കരുതുന്നവർ വീണ്ടും ആലോചിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും ആലോചിക്കാം. നമ്മളാരും അഹാനയുടെ ഒന്നും നശിപ്പിക്കാൻ വന്നിട്ടില്ല, ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അഹാന എപ്പോഴാണോ അഹാനയുടെ കുഴി പുറത്തോട്ട് തോണ്ടിയിട്ടത് ആ സമയത്താണ് നമ്മളും അത് ചെയ്യാൻ വന്നത്. അതിന് മുന്നേ നമ്മളാരും വീട്ടിൽ കയറി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഈ കഥ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഒരു 7 പേജിലായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. സ്നേഹം, സമാധാനം, അന്തസ്സ്, സത്യം എന്ന മൂല്യങ്ങളോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ തീർന്നു. അപ്പോൾ അഹാനയ്ക്ക് ഇത്രയും നാളും അഹാനയ്ക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര മിണ്ടാതൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് എല്ലാവരും കൂടെ ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്ത് കാണും. ഈ ഒരു അവസരം മുതലാക്കും. നീറ്റിൻ്റെ പുറകെയാണ് എല്ലാവരും. ഈ സമയത്ത് ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. ഇപ്പോൾ ആരും ഇതിനെക്കുറിച്ച് എടുത്ത് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് ദിയയും അതേപോലെ ആൻസികയും സിന്ധുവും ഷാനിയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ അല്ല, ജസ്റ്റ് പോസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ കൊടുക്കാം. അതേപോലെ തന്നെ നിമിഷ് രവി അഹാനയുടെ പോസ്റ്റിന് അടിയിലായിട്ട് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം തൻവിയെ എന്തായാലും ഇനി വായടപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ മനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി തൻവി ഇപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഫൈൻ. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം. അഹാന അപ്പം പുതിയതായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പുതിയ രീതിയിൽ ഒന്നുകൂടെ ഉയർത്തെഴുന്നേറ്റ് യൂട്യൂബിലൊക്കെ പഴയതുപോലെ ആക്റ്റീവായിട്ട് വരാനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെയും ഇനി ഇതുമാതിരി കാര്യങ്ങളുമായിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. ഇതുകൂടെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു ഈ കുടുംബ പ്രശ്നം. പിന്നെ അഹാനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഫിലിം ആക്ട്രസ് മഞ്ജിമ മോഹനൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മഞ്ജിമ മോഹൻ എടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മഞ്ജിമ മോഹൻ അറിയാം എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരത്തി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ശരിയായിരിക്കാം, അമ്മൂമ്മയുടെ ഭാഗത്ത് നല്ല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ആ സമയത്ത് അതിനെതിരെ പ്രതികരിക്കാൻ പോവാതെ അഹാനയ്ക്ക് പറയാനുള്ളത് ഇതേപോലത്തെ ഒരു പോസ്റ്റ് ഇട്ട് അഹാന അങ്ങ് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് അവിടെ കൊണ്ട് തീരുമായിരുന്നു. അഹാന ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം അതാണ്. അഹാന തന്നെ ചകഞ്ഞ് ബാക്കിയുള്ളവരെയും കൂടെ നാണം കെടുത്താൻ വേണ്ടി തൻവിയെയും എല്ലാവരെയും ഓരോ രീതിയിൽ ഉപയോഗിച്ച് വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച് എന്നിട്ട് പിന്നെ അഹാന ഇപ്പോൾ ഈ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് തോന്നുന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തും.